ഫോർത്ത് സെമസ്റ്റർ സ്പെക്ട്രമാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. ഡിവൈഡഡ് ടൈംസ് ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ. അമാൻഡ മിക്കലോ പൗലോ. അപ്പോൾ അമാൻഡ മിക്കലോ പൗലോ എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അമാൻഡ മിക്കലോ പൗലോ വാസ് ബോൺ ഇൻ ആഥൻസ്, ഗ്രീസ് in 1966. After her graduation, she went to Paris to study journalism. For many years, she worked as a columnist for Greek newspapers. In 1996, she won an award for her story Life is Colorful Outside. Then she went on to study in different countries like Germany, France, USA, and Switzerland. She is a prolific writer, and many of her writings have been translated into different languages. She now lives in Athens as a teacher of creative writings. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? അമാൻഡ മിക്കലോ പൗലോ എന്ന് പറയുന്ന ആ സ്ത്രീ ജനിച്ചത് 1966 ഗ്രീസിലെ ആഥൻസിലാണ്. മാത്രമല്ല അവർ ഡിഗ്രി പഠനത്തിന് ശേഷം ജേർണലിസം പഠിക്കാനായിട്ട് പാരീസിലേക്ക് പോയി. കുറേ വർഷങ്ങൾ അവർ ഗ്രീക്ക് പത്രങ്ങളുടെ കോളമിസ്റ്റായിട്ട് ജോലി ചെയ്തു. അതുപോലെ തന്നെ 1994 ലൈഫ് ഈസ് കളർഫുൾ ഔട്ട്സൈഡ് എന്നുള്ളൊരു കഥയ്ക്ക് അവർക്ക് അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് എന്താ പറയുക, ഹയർ സ്റ്റഡീസിനായിട്ട് ജർമ്മനിയിൽ, ഫ്രാൻസിൽ, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ് എന്നുള്ള കൺട്രീസിലേക്കൊക്കെ പോയി. അങ്ങനെ കുറേ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് അമാൻഡ മിക്കലോ പൗലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അമാൻഡ മിക്കലോ പൗലോൻ്റെ കൃതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ എവിടെയാണ്? ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഓഥറിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയാണ് ഉള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറയുന്നത്? വൺസ് ഫോർ പീപ്പിൾ, എ ഗ്രീക്ക്, ആൻ ഇംഗ്ലീഷ്മാൻ, എ ജർമ്മൻ ആൻഡ് എ സ്പാനിയാർഡ് ഡിസൈഡഡ് ടു റൈറ്റ് എ സ്റ്റോറി ഈച്ച് ടു എക്സ്പ്ലെയിൻ ദ ഹ്യൂമൻ കണ്ടീഷൻ. അപ്പോൾ മനുഷ്യൻ്റെ ഓരോ കണ്ടീഷൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ വിവരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീക്കുകാരൻ, അതുപോലെ ഇംഗ്ലീഷുകാരൻ, ജർമ്മൻ, സ്പെയിൻ ഇവർ 4 പേരും ഓരോ കഥ എഴുതാനായിട്ട് തീരുമാനിച്ചു. The Greek would write about a man who is tossed about on the seas after a war. അപ്പോൾ ഗ്രീക്കുകാരൻ എന്താണ് എഴുതാനായിട്ട് ആലോചിച്ചത്? യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കപ്പലിൻ്റെ ഉള്ളിൽ അപകടത്തിൽ പെട്ട് ഒരാളെ പറ്റിയിട്ടാണ് ഗ്രീക്കുകാരൻ എഴുതാനായിട്ട് പോണത്. When he finally returns home, no one, even his wife, recognizes him. അപ്പോൾ എന്താ പറയുന്നത്? അയാൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരാളും, അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കഥയാണ് ഇവിടെ ഗ്രീക്കുകാരനെ എഴുതാനായിട്ട് പോകുന്നത്. ദ ഇംഗ്ലീഷ്മാൻ വുഡ് റൈറ്റ് അബൌട്ട് എ യങ് ഇൻഡെസിസീവ് പ്രിൻസ് ഹു കാൺഡ് ഡിസൈഡ് ഇഫ് ലൈഫ് ഈസ് വർത്ത് ലിവിങ്. അപ്പോൾ ഇംഗ്ലീഷുകാരനെ എഴുതാൻ പോകുന്നത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള, മാത്രമല്ല ആൾക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തൊരു രാജകുമാരനെ പറ്റിയിട്ടാണ് ഇംഗ്ലീഷുകാരൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ദ സ്പാനിയാർഡ് വുഡ് റൈറ്റ് അബൌട്ട് എ ഫാമർ ഹൂ തിങ്സ് ഹീസ് എ നൈറ്റ്. അപ്പോൾ സ്പാനിയാർഡുകാരൻ എന്താണ് എഴുതാൻ പോകുന്നത്? സ്പാനിയാർഡ് മീൻസ് സ്പെയിൻകാരൻ. ആൾ എഴുതാൻ പോകുന്നത് ഒരു കൃഷിക്കാരനെ പറ്റിയിട്ടാണ്. ഈ കൃഷിക്കാരൻ്റെ വിചാരം എന്താണ്? അദ്ദേഹം ഭയങ്കര ഒരു ധൈര്യശാലിയായിട്ടുള്ള ഒരു പടയാളിയാണെന്നാണ് കൃഷിക്കാരൻ്റെ വിചാരം. He goes on his rickety horse for a series of foolish adventures. അപ്പോൾ ഈ കൃഷിക്കാരൻ എങ്ങനെയാണ്? ഒരു ചാകാറായ കുതിരയുടെ പുറത്ത് കയറിയിട്ട് കുറേ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. The German would write about a young man who falls in love with another man's wife and dies in the end. അപ്പോൾ ജർമ്മൻകാരൻ എഴുതാൻ പോകുന്നത് എങ്ങനത്തെ കഥയാണ്? ഒരാൾ വേറൊരാളുടെ ഭാര്യയായിട്ട് ഇഷ്ടത്തിലാവുക, മീൻസ് പ്രേമത്തിലാവുക, എന്നിട്ട് അവസാനം അയാൾ മരിച്ചു പോവുക. അങ്ങനത്തെ ഒരു കഥയാണ് ജർമ്മൻകാരൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 4 പേരാണുള്ളത്: ഗ്രീക്ക്, ഇംഗ്ലീഷ്മാൻ, ജർമ്മൻ, സ്പാനിയാർഡ്. ഇവർ 4 പേരും എഴുതുന്ന ആ കഥ, ഇവർ 4 പേരും എഴുതാൻ ഉദ്ദേശിക്കുന്ന കഥേനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പാരഗ്രാഫ് നോക്കുകയാണെന്ന് വെച്ചാൽ, ഇഫ് വി ലുക്ക് കെയർഫുള്ളി വി സീ ദാറ്റ് ഈസ് ഹൗ ഹോമർ ക്രിയേറ്റഡ് ഹിസ് ഒഡീസി, ഷേക്സ്പിയർ റോട്ട് ഹിസ് ഡ്രാമ, Cervantes wrote about the love for wandering, and Goethe wrote on romance. Every modern and postmodern narratives follow these patterns. They also have marginalized heroes or anti-heroes. They become popular and we like them for their interpretations or distortions of things. What do people around them think about them? What do they think of themselves? What image does literature gives us
about the dreams and quests of Europeans and their ancestors. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര സൂക്ഷ്മമായിട്ട് നമ്മളൊരു ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഹോമർ തൻ്റെ ഒഡീസി ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഈ ഗ്രീക്കുകാരൻ്റെ കഥ, അതുപോലെ ഇംഗ്ലീഷ്മാൻ്റെ കഥ, ജർമ്മൻ, സ്പാനിയാർഡ്, അപ്പോൾ നമ്മൾ നല്ലപോലെ ബുക്ക് വായിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളധികം ബുക്ക് വായിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഹോമർ തൻ്റെ ഒഡീസി എഴുതിയത്. അതുപോലെ ഷേക്സ്പിയറിൻ്റെ നാടകം എഴുതിയത്, അതുപോലെ സെർവാൻറ്റീസ് കറങ്ങി നടക്കുന്നതിനെ പറ്റി എഴുതിയത്, അതുപോലെ ഗോയിതയുടെ പ്രേമത്തെ പറ്റി എഴുതിയത് എല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ് മാർജിനലൈസ്ഡ് ഹീറോസ് ഉണ്ട്, പിന്നെ ആൻറ്റി ഹീറോസ് ഉണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മളവരെ ഇഷ്ടപ്പെടുകയും അതുപോലെ അവരുടെ ഓരോ കാര്യങ്ങൾ, അവർ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ അവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ അവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്, അതുപോലെ അവരെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്. അതുപോലെ എന്താ യൂറോപ്യൻകാർ അവരുടെ പൂർവികന്മാരുടെ സ്വപ്നങ്ങളെ പറ്റിയും മറ്റും എന്ത് തരം ചിത്രമാണ് സാഹിത്യം നൽകുന്നത്, മറ്റുള്ളവർ അവരെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാരഗ്രാഫ് 2 പറയുന്നത്. ഇനി പാരഗ്രാഫ് 3 നോക്കുകയാണെന്ന് വെച്ചാൽ, ലെറ്റ് us see the example of Odysseus. Before he reaches Ithaca, he washes up on the island of the Phaeacians. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒഡീസിയൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഇത്താക്കയിൽ എത്തും മുൻപ് അദ്ദേഹം ഫിയേഴ്സിയസിൻ്റെ ദ്വീപിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീസ് നേക്ഡ് ആൻഡ് ഹീസ് ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ എന്താ പറയുന്നത്, അവന് ഉടുക്കുവാൻ വസ്ത്രമൊന്നുമില്ല, നേക്ഡാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര നിരാശയിലാണ്. ഹീസ് ലൈക്ക് ദ മോഡേൺ റെഫ്യൂജീസ് ഹു അറൈവ് ഓൺ ദ ഷോർ ഓഫ് ഗ്രീസ്. അപ്പോൾ എന്താ പറയുന്നത്, ആൾ ശരിക്കും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു അഭയാർത്ഥിനെ പോലെ, അഭയാർത്ഥി മീൻസ് റെഫ്യൂജി, അപ്പോൾ ആൾ ഒരു മോഡേൺ ആയിട്ടുള്ള റെഫ്യൂജിനെ പോലെയാണ് ഉള്ളത്. പിന്നെ പറയുന്നത്, ഇൻ ദി ഐസ് ഓഫ് നൗസിക്ക ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹീ ലുക്സ് ടെറിഫൈങ്. ദേ തിങ്ക് ഹീ ഈസ് ലൈക്ക് ആൻ ഇൽ കെപ്റ്റ് ലയൺ. ഹിസ് ഐസ് ആർ ബേണിങ്. ഹീ ഡസ് ഔട്ട് ആഫ്റ്റർ കാറ്റിൽ ആൻഡ് ഷീപ്പ് ഓർ ഡീർ ഇൻ ദ വൈഡ്നസ്. ഹീ ഈസ് ഹംഗ്രി ആൻഡ് ഹീ വാണ്ട്സ് ടു ഈറ്റ്. There is a urgency in his hunger. In the light of the modern refugees, we can see how hungry and miserable they are. Only when they are washed, fed and properly clothed, they become human beings. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ നൗസിക്ക എന്ന് പറയുന്നത് അവിടുത്തെ രാജാവിൻ്റെ മകളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടുത്തെ എന്താ പറയുക, പ്രിൻസസ് ആണ്. അപ്പോൾ നൗസിക്കയും അവളുടെ ഫ്രണ്ട്സും കൂടെ ഇങ്ങനെ ഇയാളെ കാണുകയാണ്. ഇയാളെ കാണുമ്പോൾ ഇങ്ങനെ ആളിങ്ങനെയാണ്, ആൾക്ക് വസ്ത്രമോ കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ ഒരു റെഫ്യൂജി ആണല്ലോ. അപ്പോൾ ഇവർക്ക് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന ഒരാളെപ്പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിക്കിട്ടൊരു സിംഹത്തെ പോലെയാണ് ഇവർക്ക് തോന്നുന്നത്. അവൻ്റെ കണ്ണാണെന്ന് ഭയങ്കരമായിട്ട് ജ്വലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹീസ് ഐസ് ആർ ബേണിംഗ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ പട്ടിണിക്കിട്ടൊരു സിംഹത്തെ പോലെയാണ്. പിന്നെ കന്നുകാലികൾ, പിന്നെ ആടിനെയോ മാനിനെയോ ഒക്കെ തിന്നാനുള്ള അതിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിന്നും. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര വിശപ്പുണ്ട്, തിന്നണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ എന്താ പറയുക, മോഡേൺ അഭയാർത്ഥികൾ എന്നൊക്കെ പറയില്ലേ, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു അഭയാർത്ഥിയുടെ പോലെയാണ് ഇവർക്ക് ആളെ തോന്നുന്നത്. പിന്നെ അവരെ ഇങ്ങനെ കളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പിന്നെ ശരിക്ക് വസ്ത്രമൊക്കെ ധരിപ്പിച്ചാലേ ശരിക്ക് നമ്മൾ മനുഷ്യന്മാരാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് അഭയം ചോദിച്ച് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരാൾ നമ്മൾ അടുത്ത് പൈസയല്ല, ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ അഭയം ചോദിക്കുമ്പോൾ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ കീറിപ്പൊളിഞ്ഞതൊക്കെ അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വസ്ത്രമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ മനുഷ്യന്മാരാവുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി പാരഗ്രാഫ് 4 നോക്കുകയാണെന്ന് വെച്ചാൽ, ഹാംലെറ്റ് ഓൾസോ ലുക്സ് ബിസാറി ഇൻ ദ ഐസ് ഓഫ് ക്ലോഡിയസ് ആൻഡ് ഗെർട്രൂഡ്. Hamlet also looks bizarre in the eyes of Claudius and Gertrude. Don Quixote is a madman to the villagers he meets when they ask him why he is moving about in armor in peacetime. He presents himself as a wandering knight
an ambassador of God on earth. Coitus Werther is a crazy with love. He sends his servant to Lord's house so that he can have someone who has been close to her near him. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ക്ലൗഡിയസും ഗെട്രോഡും അവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടിൽ എന്താണ്, ഹാംലെറ്റ് എന്ന് പറയുന്നൊരു ഭ്രാന്തൻ്റെ പോലെയാണ്. ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് പോലും ഹാംലെറ്റ് എങ്ങനെയാണ്, ഡോൺ ക്വിഹോട്ട് എങ്ങനെയാണ് ഒരു പട്ടാളത്തിൻ്റെ പട്ടാളത്തിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ കവചം എന്നൊക്കെ പറയും, ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ വില്ലേജേഴ്സ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, അങ്ങനെ ഞാൻ ഭയങ്കര ധൈര്യശാലിയാണ്, ഞാൻ ഭയങ്കര ധൈര്യശാലിയായ പട്ടാളക്കാരനാണ്, മാത്രമല്ല ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഭൂമിയിൽ ഉള്ളതെന്നൊക്കെയാണ് ആൾ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിതയുടെ വെർദർ ആ ഒരു ഇത് ഭയങ്കര പ്രേമം, ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള ഒരു പ്രേമമാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവൻ ശരിക്കും അവൻ്റെ കാമുകിയായിട്ടുള്ള ഷാലറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, അവരുടെ സെർവൻറ്റിനെ അയക്കുകയാണ്. കാമുകിയായിട്ടുള്ള ഷാലറ്റിൻ്റെ അടുത്തേക്ക് സെർവൻറ്റിനെ അയക്കുകയാണ്. സെർവൻറ്റിനെ അയക്കുന്നത് എന്തിനാണ്? സെർവൻറ്റ് അവിടെ പോയിട്ട് ഉണ്ടെങ്കിൽ എന്തായാലും സെർവൻറ്റും കാമുകിയും തമ്മിൽ ഒരു അവർ തമ്മിൽ സംസാരിച്ച് ആ ഒരു സാമീപ്യം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ സെർവൻറ്റ് തിരിച്ച് ഇവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവൻ്റെ ആ ഒരു പ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എൻ്റെ കാമുകിയുടെ അടുത്ത് സാമീപ്യം ഉണ്ടായിരുന്ന ഒരാളാണല്ലോ എൻ്റെ അടുത്ത് വന്നേക്കുന്നത്. അങ്ങനത്തെ ഒരു തരം മൈൻഡാണ് നമ്മുടെ ഈ കഥാനായകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പാരഗ്രാഫ് 5 പറയുന്നത്. അടുത്തത് എന്താ, ദി ക്യാരക്ടേഴ്സ് ഇൻ ദിസ് ബുക്സ് ഹൂ സീ ദ ഹീറോസ് ആസ് ലവേഴ്സ്, റൈവൽസ്, സെർവൻറ്റ്സ്, ഫ്രണ്ട്സ് ഓർ സിംപ്ലി passers by think that way we have been taught to think when we come across some unusual, exaggerate or foreign people. Odysseus is a filthy shipwrecked sailor. Hamlet sees ghosts. Don Quixote is walking on clouds and Werther is ruled by unholy desire. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, പ്രേമിക്കുന്നവരും അതുപോലെ എതിരാളികളും സേവകരും കൂട്ടുകാരും ഒക്കെ ആയിട്ടാണ് ഈ പുസ്തകങ്ങളിൽ നമ്മൾ കഥാപാത്രങ്ങളൊക്കെ കാണുന്നത്. അങ്ങനെ കാണുന്നവർ അവരെ പഠിപ്പിച്ച ഓരോ രീതികൾ അത് തന്നെയാണ് നമ്മൾ അവരെ പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ ഈ കഥ നമ്മൾ ഇന്ന ആളെ പറ്റി പഠിച്ചതാണല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് അങ്ങോട്ട് പോകും. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഹാംലെറ്റ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ അത്. അപ്പോൾ അസാധാരണമായിട്ടും അതുപോലെ വിദേശികളും പെരുപ്പിച്ച് കാണിക്കുന്നവരും ഒക്കെ ആയിട്ടാണ് നമ്മളവരെ കാണുന്നത്. പിന്നെ കപ്പൽ ദുരന്തത്തിലകപ്പെട്ട് വൃത്തിയൊന്നും ഇല്ലാണ്ട് ഒരു ഐലൻഡിലേക്ക് വന്ന് കയറി നേക്ഡായിട്ട് കയറി വന്ന ഒരാളാണ് ഒഡീസിയസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഹാംലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതങ്ങളൊക്കെ കാണുന്ന ഒരാളായിട്ടാണ് ഹാംലെറ്റ്. ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറഞ്ഞ നാടകത്തിൽ ഭൂതങ്ങളെയൊക്കെ കാണുന്ന ഒരാളാണ് ഹാംലെറ്റ്. അതുപോലെ ഡോൺ ക്വിഹോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നജീവിയാണ്. എന്തെങ്കിലും കാര്യം ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ് ഡോൺ ക്വിഹോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലെ വെർദർ എന്ന് പറഞ്ഞാലോ ഭയങ്കരമായിട്ട് പ്രേമം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായിട്ടുള്ള ഒരാളാണ് വെർദർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ള 4 ആൾക്കാരെ പറ്റി പറയുന്നത്. What literature does is include the other in all its strange things and the peculiarities into the social body. It allows for difference and even says it is genius. It thinks difference is sign of courage. The hero chooses to be a hero. He fights for his freedom or for his ideas. We see that happening in James Joyce's Stephen Dedalus in a portrait of the artist as a young man. അപ്പോൾ സാഹിത്യം ചെയ്യുന്നത് എന്താണ്, മറ്റേതിനൊക്കെ അതിൻ്റെ എല്ലാവിധ എന്താ പറയുക സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓരോ പ്രത്യേകതകളിലും ഇങ്ങനെ സമൂഹം ഇങ്ങനെ ഓരോ കാര്യത്തിലേക്ക് ഉൾപ്പെടുത്തുക, നമ്മളെ സോഷ്യൽ ബോഡിയിലേക്ക് സമൂഹ ശരീരത്തേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, സമൂഹമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ ഡിഫറൻസിനെയും അംഗീകരിച്ച് തരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി മാത്രമല്ല, സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്നേഹത്തിനെ പറ്റി മാത്രമല്ല, സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പല ഡിഫറൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അംഗീകരിക്കുന്നുണ്ട്. വെറുതെ അംഗീകരിക്കുക മാത്രമല്ല, അതിൻ്റെ ഒരു വ്യത്യാസത്തെ ഭയങ്കരമായിട്ട് പ്രത്യേകമായിട്ട് കണക്കാക്കുന്നുണ്ട്.
പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ധൈര്യത്തിൻ്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. ഹീ ഫൈറ്റ് ഫോർ ഹിസ് ഫ്രീഡം ഓർ ഫോർ ഹിസ് ഐഡിയാസ്. പിന്നെ അവൻ തൻ്റെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ ഒരു ആശയങ്ങൾക്കും വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. ജെയിംസ് ജോയ്സിൻ്റെ എ പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ, അതിലത്തെ ഒരു കഥാനായകനാണ് സ്റ്റീഫൻ ഡെഡാലസിൽ. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ വായിക്കണം. ഈ ചാപ്റ്റർ മീൻസ് ഈ ഒരു ബുക്ക് നമ്മൾ വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ കഥയൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു സമ്മറി എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. Fiction teaches us to think creatively about difference. Anthropological studies, psychoanalysis, and sociology gives us theoretical descriptions for what a novel teaches about person and their experiences. Aristotle called tragedy as the limitation of an action. It is tries to understand the mind and heart of the people. All that is human guilt, jealousy, despair, violence, anxiety, irrationality, fear of death can be found in literature. Where education falls into decline because of the lack of imagination or the lack of funds, literature serves as another form of education. When we read the classics of the European tradition, we begin to have a coded, radical understanding of the other. We there accept that the other is a mystery and it is not easy to define themselves. Odysseus is not a merely filthy, shipwrecked man. We learn much about the people on the island of the Phaeacians where he arrives. Now we see the people, refugees, arriving on the shores of Europe every day. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഓരോ വ്യത്യാസത്തെ പറ്റിയിട്ടും ഭയങ്കര എന്താ പറയുക, അതിന് മലയാളം മീനിങ് പറയുകയാണെങ്കിൽ സർഗാത്മകപരമായിട്ട് അങ്ങനെ പറയും. അപ്പോൾ ഓരോ വ്യത്യാസത്തെ പറ്റിയിട്ടും ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ നമ്മൾ നോവൽ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നോവൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനങ്ങൾ, അതുപോലെ മനഃശാസ്ത്രം, അങ്ങനത്തെ സാമൂഹ്യശാസ്ത്രം, അങ്ങനെ കുറേ ഭാഗങ്ങളെ പറ്റി നമ്മൾക്ക് നോവലിൽ കാണാനായിട്ടൊക്കെ പറ്റും. പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ട്രാജഡീന്ന്. അരിസ്റ്റോട്ടിൽ ട്രാജഡീനെ പറ്റി പറഞ്ഞേക്കുന്നത് എന്താണ്, ദ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ. അങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ട്രാജഡി എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മനുഷ്യരുടെ മനസ്സും ഹൃദയവും എല്ലാം ഇങ്ങനെ മനസ്സിലാക്കാൻ നമ്മൾ നോവലുകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ എല്ലാതരം വികാരങ്ങളും സാഹിത്യം, പിന്നെ മനുഷ്യൻ്റെ എല്ലാതരം വികാരങ്ങളൊക്കെ നമുക്ക് സാഹിത്യത്തിൽ കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറ്റബോധം, അസൂയ, നിരാശ, പിന്നെ ഒരു അക്രമം, പിന്നെ പേടിപ്പെടുത്തുന്ന ചിന്തകൾ, പിന്നെ മരണഭയം, അങ്ങനത്തെ ഓരോ മനുഷ്യൻ്റെ ഓരോ വികാരങ്ങളും നമുക്ക് എന്തിൽ കാണാൻ പറ്റും, സാഹിത്യത്തിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസം ഓരോ തകർച്ചയൊക്കെ നേരിടുമ്പോൾ സാഹിത്യത്തിന് അതിന് പകരമായിട്ട് വെക്കാൻ എന്താ പറയുക പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ തകർച്ചയൊക്കെ നേരിടുമ്പോൾ അതിന് പകരമായിട്ട് സാഹിത്യമൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ വിദ്യാഭ്യാസ തകർച്ച സംഭവിക്കുന്നത് എന്താ പറയുക പണത്തിൻ്റെ ഒക്കെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ യൂറോപ്യൻ ട്രഡീഷണലുള്ള ക്ലാസിക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ പറ്റി വിപ്ലവകരമായിട്ടുള്ള ഓരോ, അതുപോലെ അവരുടെ അടക്കും ചിട്ടേനെയും പറ്റിയിട്ടൊക്കെ നമുക്ക് അറിവ് ലഭിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോതരം ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് ആ ബുക്സിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻസിൻ്റെ ബുക്സ് വായിക്കുമ്പോൾ നമുക്ക് യൂറോപ്യൻകാരെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ഒഡീസി വായിക്കുമ്പോൾ നമുക്ക് ദുരന്തത്തിൽ അകപ്പെട്ട ഒരു മെയിനായിട്ട് ഇപ്പോൾ ഒഡീസി എന്ന് പറഞ്ഞ ഒരു കഥ വായിക്കുമ്പോൾ നമുക്ക് ദുരന്തത്തിൽ അകപ്പെട്ട് തീരെ എന്താ പറയുക വൃത്തിഹീനമൊക്കെ ആയിട്ടുള്ള ഒരു ഒഡീസിയസിനെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ആളെ മാത്രമല്ല നമുക്ക് കാണാൻ പറ്റുന്നത്, അയാൾ എത്തിപ്പെടുന്ന ദ്വീപിലെ ഫിയേഴ്സിനെ പറ്റിയും പിന്നെ നമുക്ക് നല്ല അറിവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ ആ ബുക്കിൽ ഒരു കാര്യം മാത്രമല്ല നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് ആ ബുക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ ആ ബുക്ക് വായിക്കുമ്പോൾ ഇപ്പോൾ ഒഡീസിയസ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് യൂറോപ്യൻ എന്താ പറയുക ഷോർട്സ്, ഇപ്പോൾ യൂറോപ്യൻ തീരങ്ങളിലേക്ക് വരുന്ന കുറേ റെഫ്യൂജീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ബുക്കിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. We can't leave the treatment of refugees to the mass media. We forget the refugees of literature like Odysseus, Robinson Crusoe, and Mikhail Tournier Friday. We will remain trapped in the feeling that refugees are a homogeneous mass of people that have come to trouble the West.
Literature changes imaginary fear and pity into positive actions. It tells us the other is not what it seems. അപ്പോൾ ഓരോ റെഫ്യൂജീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ മീഡിയക്കാർക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു മീഡിയക്കാർക്ക് കൊടുക്കണ്ടല്ലേ, അവർ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ സാഹിത്യത്തിൽ നമ്മൾ ഒഡീസിയസ്, റോബിൻസൺ ക്രൂസോ, മൈക്കൽ ടെർണിയർ എന്നൊക്കെ പറയുന്നത് അവരെയൊക്കെ നമ്മൾ ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള അഭയാർത്ഥികളായിട്ടാണ്, ഫ്രൈഡേ എന്ന് പറഞ്ഞുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ അഭയാർത്ഥികളായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ അവരൊക്കെ മറന്നാലും നമ്മൾ അപകടകരമായിട്ടുള്ള ഓരോ ചിന്തയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ അവരെ പറ്റി മറന്നാലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മളൊട്ടും ഓർക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ സ്വപ്നം കാണാം. അതുപോലെ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണും, അതുപോലെയാണ്. അപ്പോൾ നമ്മൾ അവരെ മറന്നാലും നമ്മുടെ മൈൻഡിലേക്ക് അവർ ചിലപ്പോൾ അപകടകരമായിട്ടൊക്കെ തിരിച്ചു വരും. മാത്രമല്ല പിന്നെ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉള്ള ആൾക്കാരൊക്കെയാണല്ലോ. പിന്നെ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവമായിരിക്കും, ഒരു കൂട്ടം മനുഷ്യരാണ്. അപകട ചിന്തകളൊക്കെ, പേടിയും അപകട ചിന്തയൊക്കെ ഉള്ളത് ഒരു കൂട്ടം മനുഷ്യർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പേടീനെ സാഹിത്യം മാറ്റിയെടുക്കും, പിന്നെ സഹാനുഭൂതിയിലേക്കും പിന്നെ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിലേക്കും ഒക്കെ നമ്മുടെ നയിക്കും എന്നാണ് പറയുന്നത്. സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ സാഹിത്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ലീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ സാഹിത്യം നമ്മളോട് പറയുന്നത് എന്താണ്, മറ്റുള്ളവർ പുറത്ത് കാണുന്നത് പോലെ മാത്രമല്ല. ഇപ്പം നമ്മളൊരാളെ കണ്ടിട്ട് അയാളെ പറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ശരിക്കും അയാൾ. അതാണ് സാഹിത്യം പറയുന്നത്. ഇപ്പം നമ്മളൊരാളെ കണ്ട് നമ്മൾ ജസ്റ്റ് കണ്ട് വിലയിരുത്താൻ പാടില്ല. ഇപ്പോൾ ഒരാളെ കണ്ടാൽ നമുക്ക് തോന്നും ആൾ ഭയങ്കര ജാടയാണ്, പക്ഷെ അങ്ങനെയല്ല എന്ന് നമ്മൾ ഒരാളെ ശരിക്കും മനസ്സിലാക്കണം. അല്ലാണ്ട് ജസ്റ്റ് നമ്മളൊരാളെ കണ്ടുകൊണ്ട് ഒന്നും പറയാനായിട്ട് പാടില്ല. അടുത്തത് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. വാട്ട് മേക്സ് ഹാംലെറ്റ്, ഒഡീസിയസ്, വെർദർ ആൻഡ് ഡോൺ ക്വിഹോട്ട് മോഡേൺ? അപ്പോൾ ഹാംലെറ്റ്, ഒഡീസിയസ്, വെർദർ, ഡോൺ ക്വിഹോട്ട് എന്നിവരൊക്കെ മോഡേൺ ആകുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ദേ ആർ മോഡേൺ ബിക്കോസ് ദേ ആർ മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ്. അപ്പോൾ ഇവിടെ പറയുന്നത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർജിനലൈസ്ഡ് ആൻറ്റി ഹീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട, അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ട ആൻറ്റി ഹീറോസ് ആയതുകൊണ്ടാണ് അവർ എന്താണ് മോഡേൺ ആകുന്നത്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പ്രാന്ത് പോലുള്ള അവരുടെ ഓരോ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര, നമ്മൾ സാധാരണ ഒരാളിൽ നിന്നും ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആൻറ്റി ഹീറോസ് ആയിട്ട് ഭയങ്കര മോഡേൺ ആണെന്ന് നമ്മൾ പറയുന്നത്. വി റെക്കഗ്നൈസ് ദം ആൻഡ് മീറ്റ് ദം ഇൻ ദ ലൈറ്റ് ഓഫ് ദെയർ പോപ്പുലാരിറ്റി. അപ്പോൾ നമ്മൾ അവരുടെ ജനപ്രീതിനെയൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇവരെ പറ്റിയൊക്കെ നമുക്ക് ഈ സാഹിത്യത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. Odysseus is a shipwrecked sailor, Hamlet sees ghosts, Don Quixote is a dreamer and Werther is ruled by passion. അപ്പോൾ എന്താ പറയുന്നത്, ഒഡീസിയസ് എന്ന് പറയുന്നത് കപ്പൽ ദുരന്തത്തിൽ പെട്ടൊരു ഓഫീസറാണ്, അല്ലെങ്കിൽ ഷിപ്പ്രെക്ക്ഡ് സെയിലറാണ് ഒഡീസിയസ് എന്ന് പറയുന്നത്. ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. ഡോൺ കിഹോട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. അതിൽ വെർദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയം തലക്കി പിടിച്ചൊരു ആളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹൗ ഡിഡ് ഒഡീസിയസ് അപ്പിയർ ടു നൗസിക്ക ആൻഡ് ഹെർ കമ്പാനിയൻസ് വെൻ ഹി ലാൻഡ് ഓൺ ദ ഐലൻഡ് ഓഫ് ഫീഷ്യൻസ്? അപ്പോൾ ഒഡീസിയസ് ഫീഷ്യൻസിൻ്റെ ദ്വീപിൽ എത്തിപ്പെട്ടപ്പോൾ നൗസിക്കയും അവളുടെ കൂട്ടുകാരികളും അയാൾ എങ്ങനെയാണ് കാണപ്പെട്ടതെന്നാണ് ചോദിക്കുന്നത്. ഇൻ ദ ഐസ് ഓഫ് നൗസിക്ക ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഒഡീസിയസ് ലുക്സ് ഹൊറിഫൈങ്. അപ്പോൾ ഇവരുടെ ആ ഒരു പേടിപ്പെടുത്തുന്നൊരു രൂപത്തിലാണ് ഒഡീസിയസിന് അവർ കാണപ്പെട്ടത്. ദേ തിങ്ക് ഹീസ് ലൈക്ക് ആൻ ഇൽ കെപ്റ്റ് ലയൺ. അപ്പോൾ അവർ വിചാരിച്ചത് അവനൊരു പട്ടിണിക്കിട്ട സിംഹത്തിനെ പോലെയായിട്ടാണ് അവർക്ക് തോന്നിയത്. ഹിസ് ഐസ് ആർ ബേണിങ്. അപ്പോൾ അവൻ്റെ കണ്ണുകളൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ആസ് ഇഫ് ഹീ ഈസ് ഗോയിങ് ഔട്ട് ആഫ്റ്റർ കാറ്റിൽ, ഷീപ്പ് ഓർ ഡീർ ഇൻ ദ വൈഡ്നസ്. ഹീ ഈസ് ഹംഗ്രി ആൻഡ് ഹീ വാണ്ട്സ് ടു ഈറ്റ്. ദർ ഈസ് മച്ച് അർജൻസി ഇൻ ഹിസ് ഹങ്കർ. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇരേനെ പിടിക്കാനായിട്ടുള്ള ഒരു ധൃതിയിലാണ്. ഇപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കും, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ആൾ നിൽക്കുന്നത്. അത്രയും വിശപ്പുണ്ട് ആൾക്ക്. പിന്നെ എന്താ പറയുക, എന്ത് കിട്ടിയാലും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആളവിടെ നിന്നിരുന്നത്.
വാട്ട് വാസ് ഡോൺ കിഹോട്ട് എക്സ്പ്ലനേഷൻ ഫോർ വണ്ടറിങ് അറൗണ്ട് ഇൻ ആമർ ഡ്യൂറിങ് പീസ് ടൈം. ഇപ്പോൾ സമാധാനം ഉണ്ടായിരുന്ന ഒരു സമയത്ത് എന്തിനാണ് പട്ടാള കവചം ധരിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെയും കറങ്ങി നടക്കണേ എന്നുള്ള അത് ചോദിച്ചപ്പോൾ ഡോൺ കിഹോട്ടി എന്താണ് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഡോൺ കിഹോട്ടി ഈസ് എ മാഡ് മാൻ ടു ദ വില്ലേജസ് ഹി മീറ്റ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജേഴ്സ് പരിചയപ്പെടുന്ന വില്ലേജേഴ്സിനൊക്കെ ശരിക്കും ഡോൺ കിഹോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പ്രാന്തുള്ളൊരു ആളാണ്. When they ask him why he is moving about in armor in peacetime, he presents himself as a wandering knight, an ambassador of God on earth. അപ്പോൾ എന്തിനാണ് ഈ പീസുള്ള സമയത്ത്, ഈ സമാധാനമുള്ള സമയത്തൊക്കെ ഈ പട്ടാളത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആളെന്താ പറഞ്ഞത്, ഞാനൊരു ഭയങ്കര ധൈര്യശാലിയായ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കറങ്ങി നടക്കുന്ന ഒരു യോദ്ധാവാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയാണെന്നാണ് ആൾ പറഞ്ഞത്. വൈ ഡിഡ് ഗേറ്റെ വെർദർ സെൻഡ് ഹിസ് സെർവൻറ്റ് ടു ലോർഡ്സ് ഹൗസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗേറ്റയുടെ വെർദർ തൻ്റെ സേവകനെ സെർവൻറ്റിനെ ഷാലറ്റിൻ്റെ അരികിലേക്ക് പറഞ്ഞയച്ചത്? ഷാലറ്റ് എന്ന് പറഞ്ഞത് ആളുടെ കാമുകിയാണ്. അപ്പോൾ ഗേതേഴ്സ് വെർദർ സെൻഡ് ഹിസ് സെർവൻറ്റ് ടു ലോർഡ്സ് ഹൗസ് ബിക്കോസ് ഹീ ഈസ് ക്രേസി വിത്ത് ലവ് ഫോർ ലോർഡ്. He sent his servant to her house so that he can have someone who has been close to her near him. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും അതിനേക്കാളും വലിയ പ്രാന്താണെന്നല്ലേ. ഇപ്പോൾ വെർദർ ഭയങ്കരമായിട്ട് പ്രണയത്തിൻ്റെ ഒരു പ്രാന്തനാണ്. മാത്രമല്ല ഷാലറ്റുമായിട്ട് ആൾ പ്രണയത്തിലാണ്. പിന്നെ തൻ്റെ സെർവൻറ്റ് ഈ കാമുകിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാമുകിയുടെ ഒരു സാമീപ്യം കിട്ടിയ ആൾ തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നാണ് ഇയാൾ ചിന്തിക്കുന്നത്. അത് അതിനേക്കാളും വലിയൊരു പൊട്ടത്തരാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ഡസ് അമാൻഡോ മിക്കലോ പൗലോ ഡിഫൈൻ എ ഹീറോ. ഒരു ഹീറോനെ എങ്ങനെയാണ് അമാൻഡോ മിക്കലോ പൗലോ ഇവിടെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അമാൻഡോ മിക്കലോ പൗലോ ഡിഫൈൻസ് എ ഹീറോ ബൈ ദ ഡിഫറൻസ് ഹീ ഷോ ഫ്രം അതേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്ന അങ്ങനെ നോക്കിയിട്ടാണ് ഹീറോനെ മനസ്സിലാക്കുന്നത്. ഡിഫറൻസ് ഈസ് എ സൈൻ ഓഫ് കറേജ്. എ ഹീറോ ചൂസസ് വിച്ച് ഹീ വാണ്ട്സ് ടു ബി, whichalla what he wants to be. He can be wanderer like Odysseus, a person who sees ghosts like Hamlet, a madcap adventurer like Don Quixote, or a passionate lover like Werther. അപ്പോൾ എന്ത് പറയുക, മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. മാത്രമല്ല വ്യത്യസ്തത ഡിഫറൻസ് എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ ഹീറോ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് സ്വയമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ അയാളെന്ന് പറഞ്ഞാൽ ഒഡീസിയസിനെ പോലെ ഒരു സഞ്ചാരിയാവാം, അല്ലെങ്കിൽ ഹാംലെറ്റിനെ പോലെ ഭൂതങ്ങളെ കാണുന്ന ഒരാളാവാം, അല്ലെങ്കിൽ ഡോൺ കിഹോട്ടിനെ പോലെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരാളാവാം, അല്ലെങ്കിൽ വെർദറിനെ പോലെ ഭയങ്കര പ്രണയത്തിൽ കഴിയുന്ന ഒരാളാവാം. അപ്പോൾ എങ്ങനെയുള്ള ഒരാളായാലും ആൾ ഒരു ഡിഫറെൻ്റ് ആണെങ്കിൽ ആൾ ഹീറോ ആണെന്നാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ വൺ റീഡ്സ് ദ എംബ്ലിമാറ്റിക് വർക്ക്സ് ഓഫ് ദ യൂറോപ്യൻ ട്രഡീഷൻ. ഇപ്പോൾ യൂറോപ്യൻ ട്രഡീഷൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള കൃതികളൊക്കെ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വെൻ വൺ റീഡ്സ് ദ എംബ്ലിമാറ്റിക് വർക്ക്സ് ഓഫ് ദ യൂറോപ്യൻ ട്രഡീഷൻ വൺ ബിഗിൻസ് ടു ഹാവ് എ കോഡഡ് റാഡിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് അതേഴ്സ്. One then accept that the other is a mystery and it is not easy to define them. Odysseus is not merely filthy, shipwrecked man. One learns much about the people on the island of the Phaeacians where he arrives. Now one sees people, refugees arriving on the shores of Europe every day. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനും പിന്നെ അവരുടെ ഒരു വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ചിട്ടകളും ഒക്കെ നമ്മൾ വായനക്കാർക്ക് ഉണ്ടാവാണ്. അപ്പോൾ മറ്റുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രഹസ്യം, അപ്പോൾ മറ്റുള്ളവർ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രഹസ്യമാണെന്നും പിന്നെ അവരെ പറ്റി പറയാൻ എളുപ്പമല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒഡീസിയസ് എന്ന് പറഞ്ഞ ആൾ കപ്പൽ ദുരന്തത്തിൽ പെട്ടിട്ട് വെറും ഒരു വ്യക്തിഗത മനുഷ്യനൊന്നുമല്ല. അയാൾ എത്തിപ്പെടുന്ന ഫിയേഴ്സിൻ ദ്വീപിനെ പറ്റിയും പിന്നെ അവിടുത്തെ ആൾക്കാരെ പറ്റിയും നമുക്ക് നല്ല അറിവ് ലഭിക്കുന്ന ഒരു യുഗത്തിൻ്റെ കാഴ്ചയാണ് യൂറോപ്പിലേക്ക് എത്തുന്ന അഭയാർത്ഥി പ്രവാഹം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഒഡീസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിലത്തെ ആ ഒരു മെയിൻ കഥാപാത്രത്തിനെ പറ്റി മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റുന്നത്, അതിലത്തെ ബാക്കിയുള്ള ഇപ്പോൾ ആ ഒരു ദ്വീപ് എങ്ങനെയാണ്, ആളെങ്ങനെയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സമ്മറിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും നോട്ട്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി നമ്മൾ എന്താ പറയുക കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അർത്ഥം വേണോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് പറയണോ, എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്